അറിവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നടന്ന പ്യൂൺ, വാച്ച്മാൻ ആയ പരീക്ഷകളുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, പരീക്ഷയുടെ വിശകലനം എങ്ങനെയാണ്, പരീക്ഷ എപ്രകാരമായിരുന്നു, പരീക്ഷ പ്രയാസമായിരുന്നോ അതോ എളുപ്പമായിരുന്നോ, പരീക്ഷയിൽ എങ്ങനെയാണ് ഉദ്യോഗാർത്ഥികൾ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു, അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. 29/11/2025 പ്യൂൺ, വാച്ച്മാൻ ആയ പരീക്ഷകൾ വളരെ പ്രയാസമുള്ളതായിരുന്നില്ല, എന്നാൽ മീഡിയം ലെവലിലുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. പൊതുവിജ്ഞാനം 40 മാർക്കും, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കും, സയൻസ് 10 മാർക്കും, പൊതുജനാരോഗ്യം 10 മാർക്കും, ലഘുഗണിതം, മാനസികശേഷി നിരീക്ഷണ പാഠവും പരിശോധന അതിന് 20 മാർക്കുമായിരുന്നു സിലബസ് വന്നിട്ടുള്ളത്. കണക്കിനെ സംബന്ധിച്ച് ചോദ്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളെ വളരെയധികം കുഴപ്പിക്കുന്നതായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തി. അതുപോലെ തന്നെ കണക്കിന്റെ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അതുപോലെ തന്നെ ആനുകാലിക വിഷയത്തിന്റെ ഭാഗത്തുനിന്നും നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും എളുപ്പമല്ലായിരുന്നു എങ്കിലും വളരെ പ്രയാസമുള്ളതല്ലാത്ത പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പൊതുവെ ഈ പരീക്ഷയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആയയുടെ പരീക്ഷ ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ വാച്ച്മാൻ, പ്യൂൺ പരീക്ഷകളൊക്കെ തന്നെ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ വാച്ച്മാനും പ്യൂൺ തസ്തികകളിലേക്കുള്ള പരീക്ഷയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്കും, ആയയുടെ പരീക്ഷയ്ക്ക് അതിൻ്റെതായ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുമാണ് വരാൻ സാധ്യത ഏറെ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമുക്ക് പ്യൂൺ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പ്യൂൺ പരീക്ഷയ്ക്ക് 12,970 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു 62% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ പ്യൂൺ പരീക്ഷയ്ക്ക് 12,970 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിന് ഏകദേശം ഒരു 62-നും 65-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷയിലാണ് ഓരോ ഉദ്യോഗാർത്ഥിയും ഇരിക്കുന്നത്. അപ്പോൾ പരീക്ഷ അത്ര എളുപ്പമായിരുന്നില്ല എങ്കിൽ പോലും ഒരു മീഡിയം ലെവലിനേക്കാൾ കുറച്ചുകൂടി മുകളിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ 60-ന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പരീക്ഷയാണ് പ്യൂൺ പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ വാച്ച്മാന് 9,849 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. പ്രസ്തുത പരീക്ഷയ്ക്കാണെങ്കിൽ പോലും ഒരു 62-നും 65-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ കോൽക്കറുടെ 1,270 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അവിടെയും 60-നും 62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. ഇനി നമുക്ക് ഓരോ ജില്ലയിലും ആദ്യം നമുക്ക് ആയയുടെ പരീക്ഷയുടെ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളാണ് വരാൻ സാധ്യത. പത്തനംതിട്ട ജില്ലയിൽ 967 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും ഒരു 58-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ 643 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും ഒരു 60-62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 338 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും 60-നും 62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ 332 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്തത്. അവിടെ 55-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 414 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും 60-ന് മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാസർഗോഡ് ജില്ലയിൽ 348 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും ഒരു 55-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. എറണാകുളം ജില്ലയിൽ 677 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അവിടെയും 60-നും 62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ 951 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അവിടെയും 63-ന് അടുത്തൊക്കെ കട്ട് ഓഫ് മാർക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോരുത്തരും. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ 999 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്തത്. അവിടെയും ഒരു 62 മാർക്ക് 60-നും 62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരീക്ഷ മീഡിയം ലെവലിനേക്കാളും കുറച്ചുകൂടി മുകളിലുള്ള പരീക്ഷയായിരുന്നു, എന്നാൽ എളുപ്പമുള്ള പരീക്ഷ ആയിരുന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം.
അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് എന്നാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിനെ കുറിച്ചൊക്കെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ തുടർ നടപടികളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ആരംഭിക്കുന്നുണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഏകദേശം 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.